പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയിട്ട് നമ്മുടെ നെക്സ വാഹനങ്ങൾക്ക് ഓഫേഴ്സ് ഒന്നും ഇല്ലേ എന്ന് കുറേ അധികം ആൾക്കാർ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നെക്സ വാഹനങ്ങളിൽ കുറേ അധികം എക്സൈറ്റിംഗ് ഓഫേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണ്ടത് പോലെ ഓഫേഴ്സ് പറയാനായിട്ട് മിക്സ് ചെയ്യട്ടാ. യെസ്, അപ്പോൾ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ എൻഡിലാണ് നമ്മളൊരു ഓഫർ വീഡിയോ ചെയ്തത്. അപ്പം ഈ ഒരു ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയപ്പോഴും ഗ്രാൻഡ് വിറ്റാരയുടെ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഓഫേഴ്സ് ഷെയർ ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പൊ ഗ്രാൻഡ് വിറ്റാരയിൽ നമുക്ക് ഇന്ന് എന്താണ് നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്ന ഓഫേഴ്സ്? ഗ്രാൻഡ് വിറ്റാര നമുക്ക് 24 സ്റ്റോക്ക് വെഹിക്കിൾ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് കിടക്കുന്നുണ്ട്. അതിനും ഓഫർ ഉണ്ട്. അത് കൂടാതെ 25 മോഡലിനും ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ ഓഫർ 25-ന് ഒട്ടും കുറച്ചിട്ടില്ല. 25-ന് ഒരുപാട് ഓഫേഴ്സോട് കൂടിയാണ് നമുക്കിപ്പോൾ വരുന്നത്. നമുക്ക് തുടങ്ങാം. എന്തൊക്കെ ഓഫേഴ്സ് ഉണ്ട് ആൻഡ് ടോട്ടൽ ഓഫേഴ്സ് പറയാം. നമ്മൾ ഓഫർ പറയുന്നതിന് മുമ്പ് നമ്മൾ വീഡിയോ ഇപ്പൊ ചെയ്തിട്ട് 1-2 മാസമായി. ഫിനാൻഷ്യൽ ഇയറിന് മുന്നേ ആണ് ചെയ്തത്. ഫിനാൻഷ്യൽ ഇയറിന് ശേഷം ചെയ്ത ആദ്യത്തെ വീഡിയോ ആണ്. അതിന് മുമ്പ് നമ്മളൊരു ഓഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു, വാലന്റൈൻസ് ഡേയുടെ. അത് മറന്നിട്ടില്ല, ഗിഫ്റ്റ് കൊടുക്കാതിരിക്കുന്നുമില്ല. അപ്പോൾ നമുക്ക് വാലന്റൈൻസ് ഡേയുടെ ഗിഫ്റ്റ് എന്താണ് കൊടുത്തതെന്ന് പറയാം. അതിന് നമുക്ക് എലിജിബിൾ ആയിട്ടുള്ള ആളുടെ പേര് ആതിര വീണ കസ്റ്റമറാണ്. ആള് ബുക്ക് ചെയ്ത വണ്ടി ഇഗ്നിസ് ആണ്. നെക്സയുടെ തന്നെ ഫസ്റ്റ്, അതായത് സ്റ്റാർട്ടിംഗ് വേരിയന്റ് ആയിട്ട് വരുന്ന ഒരു വേരിയന്റ്, അതിന് നമുക്ക് ഗിഫ്റ്റ് അടിച്ചു. നമുക്ക് ഏത് വണ്ടിക്ക് ബുക്ക് ചെയ്ത് ഏത് വണ്ടിക്ക് കിട്ടണമെന്നില്ല. പുള്ളിക്കാരി ബുക്ക് ചെയ്ത ഇഗ്നിസ് ആയിരുന്നു. ആതിര വി, ദേവി നിവാസ്, പുതുച്ചേരി വെസ്റ്റ്, പാലക്കാടുള്ള കസ്റ്റമറിനാണ് നമുക്ക് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് നമുക്കിപ്പോൾ നമുക്കിപ്പോൾ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയ തുടരും മൂവിയുടെ ടിക്കറ്റാണ് പുള്ളിക്കാരിക്ക് എലിജിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനിയും ഫ്യൂച്ചറിനകത്ത് നല്ല ബിസിനസ് വന്നു കഴിഞ്ഞാൽ ലാലേട്ടനെ തന്നെ കൊണ്ടുവരാനൊരു അവസരം കിട്ടട്ടെ. കാണാൻ ഒരുപാട് ശ്രമിച്ചു, നടന്നിട്ടില്ല. അപ്പോൾ ഇനി അത് ലാലേട്ടനെ തന്നെ കൊണ്ടുവരാനുള്ളൊരു അവസരം നമുക്ക് പ്രേക്ഷകർക്ക് ഉണ്ടാക്കട്ടെ, സാധിക്കട്ടെ എന്ന് വിഷയം. അടുത്ത ഓഫേഴ്സിനെ പറ്റി പറയാം. ഇനി ഈ മാസത്തെ നമുക്ക് 2024-ന്റെയും അതേപോലെ തന്നെ 25-ന്റെ ഓഫേഴ്സാണ് നമുക്ക് നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാം. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് അതാണെങ്കിൽ 24 മോഡലിനകത്ത് സ്ട്രോങ് ഹൈബ്രിഡ്, ഫുള്ളി ഹൈബ്രിഡ് ആയിട്ടുള്ള സീറ്റ പ്ലസ് വേരിയന്റിനകത്ത് നമുക്ക് ഏകദേശം ടോട്ടൽ ഓഫർ 1,42,000 രൂപ വരെയുള്ള ഓഫർ പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിട്ട് നമുക്ക് കൊടുക്കാവുന്നതാണ്. അത് കൂടാതെ ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള ആൽഫ പ്ലസിനകത്താണെങ്കിൽ ടോട്ടൽ ഓഫർ ഈ പറഞ്ഞ പോലെ തന്നെ 1,42,000 പ്ലസ് എക്സ്റ്റൻഡ് വാറണ്ടി ഫ്രീ ആയിരിക്കും. ഇത് കൂടാതെ നമുക്ക് സ്ട്രോങ് ഹൈബ്രിഡ് അല്ലാതെ തന്നെ സ്മാർട്ട് ഹൈബ്രിഡ് ആയിട്ടുള്ള, അതായത് നമ്മുടെ സെമി ഹൈബ്രിഡ് ആയിട്ടുള്ള വണ്ടികൾക്ക് ടോട്ടൽ 1,27,000 രൂപ വരെ നമുക്ക് ഓഫർ കൊടുക്കാവുന്നതാണ്. അതാണ് 24 മോഡലിന്റെ നമുക്ക് ഓഫർ വരുന്നത്. ഇത് കൂടാതെ നമുക്ക് 24 മോഡൽ എടുക്കുന്നവർക്ക് നമുക്ക് ബേസിക് ആയിട്ടുള്ള ആക്സസറീസും ഫ്യൂവൽ കൂപ്പണും ഗിഫ്റ്റ് ബോക്സും ഇന്റീരിയർ എക്സ്റ്റീരിയർ ടയർ പോളിഷിംഗ് നമുക്ക് ഫ്രീ ആയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് 24 മോഡലിനകത്ത് വരുന്നത്. 24 മോഡൽ ഗ്രാൻഡ് വിറ്റാര മാത്രമല്ല, നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കിനകത്ത് ബാക്കി വെഹിക്കിൾസും ഉണ്ട്. നമുക്കിപ്പോൾ ഫ്രോൺസ് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻവിക്ടോ എന്ന് പറഞ്ഞ മോഡലുണ്ട്, ഇഗ്നിസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം 24 മോഡൽ ഇപ്പോൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ലോണൊക്കെ പാസ്സാവാൻ പാടുള്ളവർക്ക്, ഡൗൺ പേയ്മെൻറ്റ് കുറവുള്ളവർക്ക് അങ്ങനെ 24 മോഡൽ ചൂസ് ചെയ്യാം. നമ്മളൊരു സെക്കൻഡ് വെഹിക്കിൾ എടുക്കുന്നതിനേക്കാളും ഫാർ ബെറ്റർ ആയിരിക്കും നമുക്ക് 24 മോഡൽ എടുക്കാൻ സാധിക്കുന്നത്. 2025 മോഡൽ നോക്കാം അല്ലേ? 25 മോഡലും 24 മോഡലും തമ്മിൽ നമ്മൾ ഓഫർ നോക്കുമ്പോൾ 1,45,000 1,35,000 ഓഫറിനകത്ത് 10,000 രൂപ വ്യത്യാസമാണ് ആൾക്കാർക്ക് ഫീൽ ചെയ്യുള്ളൂ. പക്ഷെ എന്താണ് നിങ്ങൾക്ക് ഇതിനകത്ത് ബെനിഫിറ്റ് എന്ന് നിങ്ങൾ ചിന്തിക്കും. 24 മോഡൽ എടുക്കുമ്പോൾ നമുക്ക് ആക്സസറീസിൻ്റെ കിറ്റായിട്ടായിരിക്കും വരുന്നത്. അതിൻ്റെ എമൗണ്ട് കൂടുതലായിരിക്കും വരുന്നത്. 25 മോഡലിലേക്ക് വരുമ്പോൾ ബേസിക് ആക്സസറീസ് ആയിരിക്കും വരുന്നത്. രണ്ടാമത്തെ കേസ് 24 മോഡൽ എടുക്കുമ്പോൾ പഴയ എക്സ്ഷോറൂം പ്രൈസിൽ നമുക്ക് ഈ വെഹിക്കിൾ കൊടുക്കാൻ പറ്റും. അതായത് 2024-ന്റെ എക്സ്ഷോറൂം പ്രൈസിനകത്ത് നമുക്ക് ഈ വെഹിക്കിൾ കൊടുക്കാൻ പറ്റും. അതിൽ തന്നെയാണ് ഈ ഓഫർ വരുന്നത്. അത് കൂടാതെയാണ് ഓഫർ വരുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ആൾക്കാർക്ക് ഡിഫറൻസ് അന്നേരം നല്ല രീതിയിൽ വ്യത്യാസം വരും. അപ്പോൾ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ കാണും. ഇപ്പോൾ 24 എടുത്താലും 25 എടുത്താലും ഓഫർ നോക്കുമ്പോൾ ചെറിയ വ്യത്യാസം അല്ലേ ഉള്ളൂ എന്ന് വരും. പക്ഷേ എക്സ്ഷോറൂം മുതൽ നമുക്ക് ഈ പറഞ്ഞ മാതിരി ആക്സസറീസിനകത്തും നല്ല വ്യത്യാസം വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 24 ലിമിറ്റഡ് ആണ്. 24 എങ്കിലും നമുക്ക് ഈ പറഞ്ഞ മാതിരി ലിമിറ്റഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കളറും വേരിയൻറ്റും നമുക്ക് ഇതിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുക്കാവുന്നതാണ്. സെക്കൻഡ് വെഹിക്കിൾ എടുക്കുന്നേക്കാളും ബെറ്റർ ആയിരിക്കും. ഇപ്പം നമുക്ക് 6 വർഷം, ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി ഉൾപ്പെടെ 6 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വാറണ്ടിയോടുകൂടിയാണ് വരുന്നത്. അത് കൂടാതെ നമുക്ക് ഈ വെഹിക്കിൾ ഫുള്ളി ഹൈബ്രിഡും സെമി ഹൈബ്രിഡും ആണ്. ഇത് 2 വെഹിക്കിളിൻ്റെ ഇതിനകത്തും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ ഹൈബ്രിഡ് സിസ്റ്റം ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് വെഹിക്കിൾ മാത്രമല്ല, ഈ ഹൈബ്രിഡ് സിസ്റ്റം, ബാറ്ററി ഹൈബ്രിഡ് സിസ്റ്റത്തിൻ്റെ എല്ലാ കമ്പാർട്ട്മെൻറ്റോടു കൂടിയാണ് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ വാറണ്ടി വരുന്നത്.
ഇപ്പോൾ നമുക്ക് ഫുള്ളി ഹൈബ്രിഡ് എടുക്കുന്ന ആൾക്കാർക്ക് ഒരു കൺസേൺ ഉണ്ട്, ബാറ്ററി പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഹൈബ്രിഡ് സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലയിൻറ്റ് പറ്റും. ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി വെൽ നോൺ ആയിട്ടുള്ള ടെക്നോളജിയാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ബാറ്ററി പാക്കിനും ഈ ഹൈബ്രിഡ് സിസ്റ്റം ഉൾപ്പെടെ എല്ലാത്തിനും കൂടിയാണ് ഈ വാറണ്ടി വരുന്നത്. അപ്പോൾ ഈ വാറണ്ടി തികച്ചും ഫ്രീ ആണ്, അത് ഫുള്ളി ഹൈബ്രിഡാണ്. പലരും തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ ക്യാപ്ഷനിൽ പറയുന്നത് ഫുള്ള് കേൾക്കാതെ അല്ലെങ്കിൽ വീഡിയോ ഫുള്ള് കേൾക്കാതെയാണ് വന്ന് ഓഫേഴ്സ് കാര്യം ചെയ്യുന്നത്. നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കളറ് വേരിയൻ്റ് എല്ലാം എൻക്വയറി ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും പറയുക. അതേപോലെ ലൊക്കേഷൻ പറയുക. നമ്മൾ മെയിനായിട്ട് നമ്മുടെ ഇപ്പോൾ ചെയ്യുന്ന ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം, തൃശ്ശൂർ ഇത്ര ഏരിയ ആണ് നമ്മൾ കവർ ചെയ്യുന്നത്. കാര്യം നിങ്ങൾക്ക് ഡെലിവറിക്കാണെങ്കിലും ടെസ്റ്റ് ഡ്രൈവിനാണെങ്കിലും കുറച്ചുകൂടി ഈസ് ഓഫ് ആക്സസ് കിട്ടും. അത് മാത്രമല്ല ഓൾ കേരളയിൽ നമുക്ക് ഏകദേശം 7 ഡീലർഷിപ്പിനടുത്ത് പോപ്പുലർ നെക്സൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾ കേരള വേറെ ലൊക്കേഷനിൽ നിന്നാണ് വിളിക്കണമെങ്കിൽ നമ്മൾ ആ നിയർ ബൈ ഉള്ള നമ്മുടെ ഷോറൂമിൽ നിന്ന് നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങളെല്ലാം കണക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 2025 മൈൽഡ് ഹൈബ്രിഡിന് വരുന്ന ഓഫർ ഏകദേശം 1,20,000 രൂപ വരെയുള്ള ഓഫർ നമുക്ക് 2025 മോഡലിന് വരുന്നുണ്ട്. അതിനകത്തും ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വാറണ്ടി ഫ്രീ അല്ല, പക്ഷേ നമുക്ക് ഈ പറഞ്ഞ മാതിരി ബേസിക് കിറ്റും അതേപോലെ തന്നെ ഫ്യൂൽ കൂപ്പണും ഗിഫ്റ്റ് ബോക്സും എല്ലാം കൊടുക്കാവുന്നതാണ്. ഈ പറഞ്ഞ മാതിരി അതിൻ്റെയും മൈൽഡ് ഹൈബ്രിഡ് സിസ്റ്റം ഉൾപ്പെടെയാണ് ഈ വാറണ്ടി നമുക്ക് വരുന്നത്. ബേസിക് വാറണ്ടി വരുന്നത് 2-3 വർഷം അല്ലെങ്കിൽ 1,00,000 കിലോമീറ്റർ ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് നമുക്ക് 6 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ വരെ നമുക്ക് വാറണ്ടിയിൽ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് വിറ്റാരയ്ക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു നെക്സ പ്ലാറ്റ്ഫോമിൽ വരുന്ന എല്ലാ വെഹിക്കിൾസിനും ഓഫേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിലിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ എടുക്കാൻ താല്പര്യമുള്ളവർ തീർച്ചയായിട്ടും വിളിക്കുക. നമുക്ക് 24/7 ഡേയ്സ് എപ്പോൾ വേണമെങ്കിലും വിളിക്കാം. ടെസ്റ്റ് ഡ്രൈവ് നിയർ ബൈ ആണെങ്കിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും അറേഞ്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ലൊക്കേഷനിൽ വന്ന് ഞങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് വരും. നിങ്ങൾക്ക് വണ്ടി എക്സ്പീരിയൻസ് ചെയ്യാനും അതേമാതിരി നിങ്ങളുടെ ആ ലൊക്കേഷനിലെ പല ടെറൈനിൽ കൂടി ഓടിച്ചു നോക്കാനൊക്കെ നമ്മൾ ഫെസിലിറ്റി ഉണ്ടാക്കുന്നതാണ്. നമ്പർ താഴെ കൊടുക്കാം. അപ്പോൾ എൻ്റെ നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുത്തേക്കാം. അതുകൂടാതെ പേഴ്സണലി മെസ്സേജ് അയച്ചാലും നമുക്ക് ഡീറ്റെയിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ബോക്സ് നോക്കുക, അതിനകത്ത് ഞാൻ മെൻഷൻ ചെയ്തിട്ടേക്കാം. നമ്മൾ പിൻ ചെയ്ത് വെച്ചേക്കാം. എന്ത് എൻക്വയറി ഉണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് എനിക്ക് തോന്നുന്നു. പിന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിളിക്കുമ്പോൾ തന്നെ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന വേരിയന്റ് വൈസ് വിളിക്കുമ്പോൾ 2-3 കേസ് ശ്രദ്ധിക്കുക. ഒന്ന് പേര് പറയാം, പലരും പേര് പറയാൻ പഠിക്കുന്നുണ്ട്. നമ്മൾ വിളിച്ച് ശല്യം ചെയ്യില്ല, കാര്യം അത്രത്തോളം എൻക്വയറീസ് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം വിളിക്കുക, ജസ്റ്റ് ടൈം പാസിന് വിളിക്കാതിരിക്കുക. കാര്യം ഒരുപാട് എടുക്കാൻ താല്പര്യപ്പെടുന്നവരുടെ കോള് കണക്റ്റ് ആവാതെ പോകും. രണ്ടാമത്തെ കേസ്, നിങ്ങളുടെ ലൊക്കേഷൻ തീർച്ചയായിട്ടും പറയുക. നിങ്ങൾ ഏകദേശം എല്ലാവരും തന്നെ യൂട്യൂബ് എല്ലാം സെർച്ച് ചെയ്ത് വേരിയൻ്റ് ഒക്കെ നോക്കിയിട്ടായിരിക്കും വരുന്നത്. വേരിയൻ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാവുന്നതാണ്. ഇനി വേരിയൻ്റ് അറിയുന്നവരാണെങ്കിൽ കളറ് വേരിയൻ്റ് എല്ലാം സ്പെസിഫൈ ചെയ്തിട്ട് ബഡ്ജറ്റും പറയാം. അപ്പോൾ അതനുസരിച്ചിട്ട് നമുക്ക് ആ രീതിയിൽ നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും, കൊട്ടേഷൻ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇനിയും നമുക്ക് പുതിയ ഓഫേഴ്സ് വരുമ്പോൾ തന്നെ തീർച്ചയായിട്ടും വരാം. അപ്പോൾ അതുവരെ